ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. എന്താ? നമുക്കിത് കിട്ടിയല്ലോ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മള്? ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഇവരെങ്ങനെയാണ്, അതായത് ജയിച്ചു തോറ്റു എന്നൊന്നുമില്ല. അപ്പൊ എന്തിന് തോറ്റ ടീമിന് ഒരു പ്രോത്സാഹന സമ്മാനം, നല്ല മനസ്സല്ല. അപ്പൊ എന്നാ കൊണ്ടുവരട്ടെ ഇവർക്കുള്ള സമ്മാനം? കൊണ്ടുവരൂ. എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ ചേച്ചി? കൊടുക്കൂ. പിന്നെ എന്തെങ്കിലും എല്ലാം കൊടുക്കൂ. എല്ലാം കൊടുത്തേക്കണം. ഓക്കെ, മേനക ചേച്ചി പറഞ്ഞ പോലെയും സ്റ്റാർ മാജിക്കിന്റെ ഒരു റൂള് പ്രകാരവും തോറ്റ ടീമിനുള്ള പ്രോത്സാഹന സമ്മാനം ഇവർക്ക് മാത്രം സമ്മാനം കിട്ടുന്നത് ഇവർക്കൊരു വിഷമം. അതുകൊണ്ട് തന്നെ സുമ എന്തോ നോക്കി കൊടുത്തോളൂ. നമ്മൾ എങ്ങനെ ജയിച്ച് നമ്മളിങ്ങനെ സ്വർണ്ണ കോയിനൊക്കെ മേടിച്ച് നമ്മൾ മാത്രം അങ്ങനെ ഉയർത്തി പോയാൽ പോരല്ലോ. ചേച്ചി സർപ്രൈസ് കൊടുക്കട്ടെ. എന്താണ് സർപ്രൈസ്? ഇത് ചാട്ടയാണ്. നീ ഇത് വെച്ചൊന്നും അടിക്കണ്ട, നീ വർത്തമാനം പറഞ്ഞാലേ അടി തന്നെ. ശരി പോട്ടെ, കൊടുക്ക്. ഞാൻ ഒരു അക്ഷരം പെടല്ല. ഇനി സ്വർണ്ണ നാണയം കൊടുക്കാന്നും പറഞ്ഞ് വാ അടച്ചില്ല, അതിന് മുന്നേ ചാട്ടയും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു ഗസ്റ്റിന് ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ എന്തും വേണ്ടി നമുക്ക് വർത്തമാനം പറയാൻ പാകത്തിനുള്ളൊരു സ്നേഹത്തിന്. അതിന്റെ പേരിൽ ഷാലു റിമൈൻഡ് യു സംതിങ്. അയ്യോ ചുമ്മാ കളിയല്ല അത്. 1 2 3 ഗോ. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്ക്, അഭിനന്ദനം നിനക്കത് തന്നെ വേണം. അടുത്ത ഗെയിം ആവട്ടെ, അടിക്കാട്ടാ. ഷാലു പാവമാണ്, അവളിനി ഒന്നും ചെയ്യില്ല. Shall I remind you something? കണ്ണുനീർ തുള്ളിയിൽ പാറ്റിനോടുപമിച്ച നിനക്കടി കൊള്ളണം, നിനക്കടി കൊള്ളണം, നിനക്ക് എക്സൈസിന്റെ നാടി കൊള്ളണം, നിനക്കടി കൊള്ളണം. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം. കുളിക്കാറുണ്ടോ? നിന്നെ പോലെയല്ല കുളിക്കാറുണ്ട്. ചേട്ടൻ കുളിക്കുന്നത് എങ്ങനെയാ? ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് മഗ് ഉപയോഗിച്ചിട്ട്? സാധാരണ ആൾക്കാർ കാണാൻ പോവാ. സാധാരണ ആൾക്കാര് കുളിസീൻ കാണാൻ പോവാ. ഇത് ആദ്യമായിട്ട് കുളിസീൻ ചോദിച്ചു കേൾക്കണത്. അതായത് ഇങ്ങനെയല്ലേ കുളിക്കുന്നത് നമ്മള് സാധാരണ? കപ്പ് അല്ല, ഇങ്ങനെ കുളിക്കുന്ന എന്നാലോ പറ അങ്ങോട്ട്. മഗ് ഉപയോഗിച്ച് ഇങ്ങനെയല്ലേ കുളിക്കുന്നത്? അങ്ങനെ കുളിക്കുന്നത്. ഈ കൈ നനയാറുണ്ടാ? ഞാൻ കുളിക്കുമ്പോ അങ്ങനെ നിന്റെ കൈ തന്നെ. ഞാൻ കുളിക്കുമ്പോ എങ്ങനെ നിന്റെ കൈ നനയും? ഈ മണ്ട അല്ലെങ്കിൽ പറയൂല, ഇത് പറഞ്ഞു കൊടുത്തു. അയ്യോ പാവ. പിന്നെ ഇത് പിന്നെ പിന്നെ ഇത് IAS ചോദിക്കുന്ന ചോദ്യമല്ലേ? ഇത് പറയാതിരിക്കാൻ. ഇത് IAS ചോദിക്കുന്ന ചോദ്യമാണ്, പറയാതിരിക്കാൻ. തങ്കച്ച ഇതിന്റെ പിന്നിലാരാന്നറിയോ? ഈ മനുഷ്യനാണ്. ഞാൻ രാവിലെ അവളോട് പറഞ്ഞു ഇത് വട്ടം പൊളി. ഈ പൊട്ടി വല്ലതും പറയണമെങ്കിൽ ആ മണ്ടം വിചാരിക്കണം. അപ്പൊ അതിനു വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരടിക്ക് നമുക്ക് കാര്യം പറ്റി കൊടുക്കാം. ഓക്കെ. ഒറ്റ അടിയിൽ എവിടെ നിന്ന് വന്നത്? പോക്കറ്റിൽ നിന്ന് എടുത്തതാ. ഉള്ള ഗോൾഡ് കോയിനും കൊടുത്തേച്ച് വന്നേക്കുക. ഞാൻ എന്റെ ചോയ്സ് മാറ്റി, എനിക്ക് മണ്ടന മതി. ഹലോ ചെല്ലു മണ്ടൻ. ഒരു മണ്ടനെ ഒരു മണങ്ങൂസ് അടിക്കുന്നു. ചാടരുത്, ചാടിയ ഞാൻ രണ്ടടിക്കും. അടിക്കണേ നമ്പൊരു ചോദ്യം. ലൊക്കേഷനിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് വരുന്ന ആർട്ടിസ്റ്റ് ഏത് ലൊക്കേഷനിൽ? മമ്മൂക്കയുടെ ലൊക്കേഷനാണോ? ഏത് ലൊക്കേഷനിലും. ഓക്കെ, ഇത് ഞാന് പറയുന്നവൻ കുരങ്ങച്ചൻ. കുരങ്ങനല്ല, കുരങ്ങയുടെ അച്ഛൻ. ഏത് ഭാഷയുടെയാണ്? ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല ആള്. ജീവിച്ചിരിക്കുന്നില്ല ആള്. അപ്പൊ ലൊക്കേഷൻ അല്ല, ലൊക്കേഷനിൽ ഏത് ഭാഷ? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ആര് പറഞ്ഞത്? ഇപ്പൊ ഇത് പറയുന്ന ആള് കുരങ്ങനാന്നല്ലേ പറഞ്ഞത്? കുരങ്ങച്ചൻ, കുരങ്ങന്റെ അച്ഛൻ ഉല്ലാസ്. ആൻസർ കറക്റ്റ് ആണോ ടീമേ? ശരിയാണ്. ആ ഉത്തരം പറഞ്ഞപ്പോ എനിക്കൊരു പേര് കിട്ടി, കുരങ്ങന്റെ അച്ഛൻ. ഞാൻ ശരി മോനെ, ഞാൻ കുരങ്ങന്റെ അച്ഛനാണ്. ശരി അച്ഛാ. മോനെ 10 മണിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തിയേക്കണം കേട്ടോ. അച്ഛൻ ടെൻഷൻ അടിക്കും. ശരി, കുരങ്ങിന്റെ അച്ഛ. ശരി ചേച്ചി ചാടി ഞാൻ രണ്ടടിക്കേ. ഓക്കെ, 1 2 3 ഗോ. ഓ പിന്നെ ഓവർ ആക്ടിങ്.
ഉല്ലാസേറ്റൻ. ഓ, അല്ലല്ല, അടിക്കാനായിട്ട് ഇത്രയും സ്നേഹത്തോടെ വരുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. ഉല്ലാസേറ്റ് പ്ലീസ് കം. കുടകിന്റെ പെർഫോമൻസ് ആണ്. കുടകിന്റെ കടിഞ്ഞാണില്ലാത്ത കുരങ്ങന അല്ല കുതിര അടിക്കാൻ പോകുന്നു. 2, 3 ഗോ. ഓക്കേ. അതെ. ഏട്ടാ ഈ കോഫി വരൂ. ഒരു ഭാര്യ ഭർത്താവിനെ അതിക്രൂരമായി തല്ലുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ പോകുന്നത്. ചേച്ചി ഇവിടെ വീട്ടിലൊക്കെ ഇവനിതാ അവസ്ഥ. ആദ്യം തന്നെ മേനക ചേച്ചിയോടും ഓഡിയൻസിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയുന്നു. ഈ പ്രകടനം നിങ്ങൾ ആരും കണ്ടിട്ട് വീട്ടിൽ പോയി അനുകരിക്കരുത്. മനസ്സിലായില്ലേ? പിന്നെ ഇത്രയും നാളെ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയും, ഏട്ടാ വാ ഏട്ടാ നമുക്ക് സ്റ്റാർ മാജിക്കിൽ പോവാ ഏട്ടാ, നമുക്ക് അവിടെ പോയി ഗെയിം കളിക്കാം ഏട്ടാ. അപ്പം ഞാൻ എന്താ വിചാരിക്കണത്, ഞാനത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ വീട്ടിൽ കുടുംബത്തിൽ പൈസ ഇല്ല, ഞാനും കൂടെ പണിയെടുക്കാം, എന്നാൽ 5 പൈസ വീട്ടിൽ വരണമെങ്കിൽ വരട്ടെ. പക്ഷേ സംഭവം അതല്ല, ഇവളുടെ ഉള്ളിൽ ഇപ്പൊ എന്നെ തല്ലണം. പതുക്കെ അടിക്കണേ, തൊട്ടു തൊട്ടില്ലാന്നടിക്കണേ. 3 ഗോ. അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഇല്ല അടികൊണ്ടു അല്ലല്ല, അടിക്കൊണ്ട് ഞാൻ കണ്ടു. വലത്തുകാലിൽ നന്നായിട്ട് കൊണ്ടു. ഇവിടെ അതായത് അതാണ് വലത്തുകാലം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. സോ ഇനി ലാസ്റ്റ് ആയിട്ട് വരാൻ പോണത് എന്താ? ഇനി ഈ പരിപാടിക്ക് വന്നതിന് വേണ്ടിട്ട് എനിക്കൊരു അടി കിട്ടുവോ? ഞങ്ങൾ അങ്ങനെ ചെയ്യോ? അല്ല ജിഷൻ ചേട്ടനാണോ പുതിയ കുട്ടി അടിക്കാൻ പോണേ? അയ്യോ വേണ്ട, അടിച്ച് കൊല്ലരുതാ കൊച്ചിനെ. ഓ ഐശ്വര്യ, ഇവന്റെ പേരിൽ ഒരു കേസ് കിടപ്പുണ്ട്. ചേട്ടാ പയ്യടിക്കണേ. എടാ ഇത്രയും ബിൽഡപ്പ് നീ എന്തിനാ കൊണ്ടുവന്നത്? അടി കഴിഞ്ഞു. ഓക്കേ.